കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം PMLA കോടതിയിൽ ഹാജരാകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമത്തെ മാനിക്കുമെന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ കേന്ദ്ര ഏജൻസിയായ ED കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPMനെ 68ാം പ്രതിയാക്കിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കരുവന്നൂർ കേസിൽ CPIMനെ 68ാമത് പ്രതിയായിട്ട് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം. ഒരു ക്രിമിനൽ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിയാക്കുക എന്നുള്ളത് ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായത് ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതാണ്. യഥാർത്ഥത്തിൽ PMLA നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും കള്ളപ്പണം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ള പ്രശ്നത്തിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നാണ് പറഞ്ഞത്. കർശന വ്യവസ്ഥകളുള്ള ഒരു നിയമമാണ്. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ചില വ്യക്തികൾ നടത്തിയ കള്ളപ്പണ ഇടപാടിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്ത EDയുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും കള്ളപ്പണക്കേസിൽ ED കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും BJP നേതാക്കൾ പങ്കാളികളായ കൊടകര കള്ളപ്പണ കേസിൽ ED എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും അബ്ദുൽ ഖാദർ ചോദിച്ചു. ED ഇത്തരം കേസുകളിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ 2 പ്രമാദമായ സംഭവങ്ങളോട് അവരെടുത്ത നിലപാട്, ഒന്ന് കൊടകരയിലെ കുഴൽപ്പണ കേസ്, മറ്റൊന്ന് കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസ്. ഈ 2 കേസിലും പ്രതികൾ BJPക്കാരായിരുന്നു എന്നതുകൊണ്ട് മാത്രം ആ കേസ് ED എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? കൊടകര കുഴൽപ്പണ കേസിൽ അന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ തിരൂർ സതീഷ് ചാക്കുകെട്ടുകളിൽ പണം കൊണ്ടുവരുന്നത് താൻ കണ്ടു എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ED അദ്ദേഹത്തെ വിളിപ്പിക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്യാതെയാണ് BJPക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. അതേസമയം കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലാവട്ടെ ഒരു അന്വേഷണവും ഉണ്ടായതുമില്ല. ഈ ഇരട്ടത്താപ്പും ജനങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥ കള്ളനോട്ട് കേസുകൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കള്ളപ്പണം അന്വേഷിക്കാതിരിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളെ PMLA കേസിൽ പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. കോൺഗ്രസ് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ശ്രീ അനിൽ അക്കരയെ പോലെയുള്ള ആളുകൾ EDയുടെ കേസുകൾക്ക് പിന്തുണയുമായി പലപ്പോഴും നടന്ന് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ അവർക്ക് ED വിരുദ്ധ നിലപാടില്ല. നേരത്തെ സംസ്ഥാനം LDF ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അത് RSSും BJPയുമായിട്ടുള്ള അവരുടെ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ദേശീയ തലത്തിൽ അവർ EDക്കെതിരായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ ഫലത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുമ്പോൾ അവർ മൗനം പാലിക്കുന്നു. ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഫലത്തിൽ പിന്താങ്ങുകയാണ് ചെയ്തത്. അത്തരമൊരു ഒരു വൈചിത്ര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ വസ്തുതകൾ വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തിൽ കൊണ്ടുവരാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനുമൊക്കെയുള്ള നിഗൂഢ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIMനെ പ്രതിയാക്കിയിട്ടുള്ളത്. ഈ കേസിൽ 21-ാം തീയതി CPIMൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഹാജരാവണം എന്നുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. PMLA കോർട്ടിൽ ഹാജരാകും, നിയമ പോരാട്ടം നടത്തും. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഖ്യാനം. പക്ഷേ
ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കേസിൽ, അതും ഒട്ടേറെ കർശന വ്യവസ്ഥകളുള്ള ഒരു കേസിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തത്, CPIM-നെ പ്രതി ചേർത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെതിരായി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധതയ്ക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി തൃശ്ശൂർ നഗരത്തിൽ EMS സ്ക്വയറിൽ വിപുലമായൊരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ B. ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഏതായാലും ജനാധിപത്യ പ്രതിപക്ഷ പാർട്ടികൾ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കണം. ജനങ്ങൾ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.